ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ നമ്മുടെ യൂണിറ്റ് 7 സേറാസ് ഡേ ഔട്ട് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ എല്ലാവരും യൂണിറ്റ് 7 നമ്മുടെ സേറാസ് ഡേ ഔട്ട് എന്നുള്ള ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും കഥ അറിയില്ലേ? അപ്പൊ നമ്മുടെ സേറാസ് ഡേ ഔട്ട് എന്നുള്ള ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ കഥ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് ആണ്. നമ്മൾ ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കാണുക. എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആക്ടിവിറ്റീസ് ആണ്. എത്ര ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത്? 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? നമുക്ക് ഐ നോ എന്നുള്ളൊരു സെക്ഷനും അതേപോലെ ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ള ഒരു പോയുമാണ് ബാലൻസ് ഈ ചാപ്റ്ററിന്റെ ഉള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 1 എന്താണ് നോക്കൂ. എന്താ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ പീകോക്കിനെ കാണുന്നുണ്ട് അല്ലെ? മയിലിനെ കാണുന്നുണ്ട്. വാട്ട് ഡു യു നോ അബൌട്ട് പീകോക്സ്? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പീകോക്സിനെ കുറിച്ച് അറിയാന്നാണ് ചോദിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബേർഡ് ആണ് പീകോക്ക് അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മളിവിടെ ഫിൽ ചെയ്യാനാണ് ഉള്ളത്. ചൂസ് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പീകോക്ക്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഈ 2 വേർഡ്സിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതാണ്, അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇത് കംപ്ലീറ്റ് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ദ പീകോക്ക്? ഒന്നാമത്തെ നോക്കൂ, റീഡ് ചെയ്ത് ഒന്നാമത്തെ സെന്റൻസ് നോക്കൂ. ദ പീകോക്ക് ഈസ് എ ഡാഷ് ബേർഡ്. ഇവിടെ എന്താ ബ്രാക്കറ്റിലുള്ളത്? സ്മോൾ ഉണ്ട്, ബിഗ് ഉണ്ട്. പീകോക്ക് എന്ന് പറയുന്നത് സ്മോൾ ബേർഡ് ആണോ, ബിഗ് ബേർഡ് ആണോ, വലിയ പക്ഷിയാണോ? വലിയ പക്ഷിയാണ് അല്ലെ? അല്ലാതെ നമ്മൾ എന്താണ് വളരെ സ്മോൾ ബേർഡ് ആണോ? അല്ല. അപ്പൊ ബിഗ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ബിഗിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്, ബിഗ് എന്ന് എഴുതുക. ഓക്കെ, BIG ബിഗ്. അടുത്ത സെന്റൻസ്, ഇറ്റ്സ് ഫെദേഴ്സ് ആർ ഡാഷ്. അതിന്റെ ചിറകുകൾ, ഫെദേഴ്സ് എങ്ങനെയാണ് കാണാൻ? കളർഫുൾ ആണോ, കളർലെസ് ആണോ? കളർഫുൾ എന്ന് വെച്ചാൽ വളരെ നിറയെ കളേഴ്സ് ഒക്കെ ഉണ്ട്. അല്ല, കളർലെസ് എന്ന് വെച്ചാൽ ഒരു കളറും ഇല്ലാത്തതാണ്. എങ്ങനെയാണ്? കളർഫുൾ ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്തെഴുതണം? കളർഫുൾ എന്ന് എഴുതുക. അടുത്തത്, ഇറ്റ്സ് റൺസ് ഡാഷ്. എങ്ങനെ പീകോക്ക് ഓടുക? വളരെ സ്ലോ ആയിട്ട്, പതുക്കെയാണോ, ഫാസ്റ്റ് ആയിട്ട് ഓടുവോ? ഫാസ്റ്റ് ആയിട്ട് ഓടും അല്ലെ? ഫാസ്റ്റ്. അടുത്തത്, ഇറ്റ് ഹാസ് എ ഡാഷ് ടെയിൽ. അതുപോലെ പീകോക്കിന്റെ ടെയിൽ എങ്ങനെയാണ്? ലോങ് ആണോ, ഷോർട്ട് ആണോ? ലോങ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡ് ചെയ്യാം. ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. ഇറ്റ്സ് ഫെദേഴ്സ് ആർ കളർഫുൾ. ഇറ്റ് റൺസ് ഫാസ്റ്റ്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 1. നമ്മൾ പീകോക്കിനെ കുറിച്ചുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അടുത്തത് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2, ദിസ് ഈസ് ദ സോങ് Sarah sang while she was on the boat. അപ്പൊ ഇവിടെ തന്ന ഈ പോയം, ഈ പാട്ട് നമ്മുടെ സേറ പാടിയതാണ് അല്ലെ? ഇപ്പൊ ബോട്ടിൽ പോകുന്ന സമയത്ത് സേറ പാടിയ പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. Here is a song sung by Wilson while driving a car. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന 4 ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിൽസൺ അങ്കിളില്ലേ? വിൽസൺ അങ്കിള് കാർ ഓടിക്കുമ്പോൾ പാടിയ പാട്ടാണ്. Drive, drive, drive your car gently down the road. Safely, 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 life is but a dream. ഇതേപോലെ നമ്മൾ 4 ലൈൻസ് പോയം എഴുതുകയാണ് ചെയ്യേണ്ടത്. എന്തിന്റെ പോയമാണ്? സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ, സൈക്കിൾ ഓടിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ പാടുന്ന പാട്ടും 4 വരി. അതേപോലെ ഹോഴ്സ്, കുതിര റൈഡ് ചെയ്യുന്ന, കുതിര ഓടിക്കുന്ന, കുതിരയുടെ പുറത്ത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് പാടാൻ പറ്റുന്ന 4 വരി പോയം. ഇതേപോലത്തെ 4 വരി പാട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ സൈക്കിളിൽ നമുക്ക് എന്ത് എഴുതാം? Ride, ride, ride your cycle gently down the road. Happily, 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 life is but a dream. അതേപോലെ എന്തെഴുതാം? ഹോഴ്സിന്റെ എന്തെഴുതാം നമുക്ക്? Ride, ride, ride your horse gently down the road. Joyfully, 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 life is but a dream. Okay, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? സൈക്കിളിന്റെയും ഹോഴ്സിന്റെയും 4 വരി പോയം എഴുതാനാണ് ഇവിടെ പറയുന്നത്. ആക്ടിവിറ്റി 2. Next, activity 3. You have described a peacock. Do you know the words? Identify the birds from the clues and complete the word puzzle. അപ്പോൾ നമ്മൾ പീകോക്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ? ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞില്ലേ? ഇനി നമ്മളിവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്ന പസിൽ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കുറച്ച് ബേർഡ്സിന്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എല്ലാം ഡൗൺ ആണ്. ഡൗൺ എന്ന് വെച്ചാൽ താഴേക്കാണ് എഴുതേണ്ടത്. ഓരോ പെട്ടിയിൽ ഓരോ ലെറ്റേഴ്സ് വെച്ചാണ് നമ്മൾ എഴുതേണ്ടത്, ഈ പസിൽ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ, എ ഗ്രീൻ ബേർഡ് വിത്ത് എ റെഡ് പീക്ക്. പച്ച കളർ പക്ഷിയിലെ ഗ്രീൻ ബേർഡ്. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൊക്കിന് ഏത് കളറാണ്? റെഡ് കളറാണ്. ഏത് ബേർഡാണ്?
പീകോക്ക് ആണോ? അല്ല, പാരറ്റ്. പാരറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? PARROT. അടുത്ത സെക്കൻഡ് വൺ, എ ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ. ആകാശത്തിൽ വളരെ ഹൈറ്റിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ഈഗിൾ. EAGLE, ഈഗിൾ അല്ലെ, പരുന്ത്. അടുത്തത്, എ ബ്ലാക്ക് ബേർഡ് ദാറ്റ് ക്ലീൻസ് അവർ സറൗണ്ടിങ്സ്. കറുത്ത പക്ഷി നമ്മുടെ ചുറ്റുപാട് നമ്മൾക്ക് നിറയെ കാണാനൊക്കെ കഴിയും, നമ്മുടെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ആരാണ്? ക്രോ. CROW. അടുത്തത്, എ ബേർഡ് ദാറ്റ് സ്ലീപ്സ് ഡ്യൂറിങ് ദ ഡേ. ഡേ ടൈമിൽ പകൽ സമയത്ത് ഉറങ്ങുന്ന പക്ഷി ഏതാണ്? പകൽ സമയത്ത് ഉറങ്ങുന്ന പക്ഷി ഔൾ. OWL. ഔൾ എന്ന് വെച്ചാൽ ആരാണ്? മൂങ്ങ അല്ലെ, ഔൾ. അടുത്തത്, എ വൈറ്റ് ബേർഡ് വിത്ത് ലോങ് ലെഗ്സ്. വെള്ള കളറാണ്, അതിന് നല്ല നീളം കാലുകളുള്ള പക്ഷി ഏതാണ്? ക്രെയിൻ. ക്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ കൊക്ക് അല്ലെങ്കിൽ കൊറ്റി എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തില്. ക്രെയിൻ സ്പെല്ലിംഗ് എന്താ? CRANE. ആറാമത്തെ, എ ബ്ലാക്ക് ബേർഡ് ദാറ്റ് ക്യാൻ സിങ്. ബ്ലാക്ക് ബേർഡ് ആണ്, പാട്ട് പാടും. അപ്പൊ പാട്ട് പാടുന്ന പക്ഷി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, ആരാണ്? കുയിൽ അല്ലെ. കുയിലിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? കുക്കു. KU, കുക്കു. അതാണ് സിംഗിങ് ബേർഡ് അല്ലെ, കുയില്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 3. അടുത്ത ആക്ടിവിറ്റി 4. The cry of a peacock is called a scream. അപ്പോൾ നമ്മൾ പീകോക്ക് ഉണ്ടാക്കുന്ന, മയിൽ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പേരാണ് സ്ക്രീം എന്ന് പറയുന്നത്. What are the cries of other birds called? അപ്പം ഇതുപോലെ ഓരോ പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ ഓരോ പേരുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ബേർഡ്സിന്റെ പേര് തന്നിട്ടുണ്ട്, ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേരുകളും ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ബേർഡ് ക്രോ ആണ്. അപ്പൊ ക്രോ കരയുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഇവിടെ രണ്ടും ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കോയിങ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ക്രോയിങ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്രോ എന്ന് കണ്ടാൽ വേഗം ക്രോയിങ് എഴുതരുത്, കാരണം കാക്ക ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേര് കോയിങ് ആണ്. എന്തൊക്കെ പേര്? കോയിങ്, ടോക്കിംഗ്, ക്വാക്കിംഗ്, സ്ക്രീമിംഗ്, കൂയിങ്, ക്രോയിങ്, ഹൂട്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേര് കോയിങ് എന്നാണ്. അടുത്തത്, പാരറ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല, ടോക്കിംഗ്. കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലെ, ടോക്കിംഗ് ബേർഡ് ആണല്ലോ പാരറ്റ്. ഡക്ക് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് വേഗം എടുത്ത് എഴുതാൻ പറ്റും. ഇവിടെ ക്വാക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്നത് ആരാണ്? ക്വാക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്നത് ഡക്ക് അല്ലേ, അപ്പൊ ക്വാക്കിംഗ്. അടുത്തത്, ഈഗിൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ എന്താ പറയാ? സ്ക്രീമിംഗ് എന്നാണ് പറയാ, സ്ക്രീമിംഗ്. അടുത്തത്, പീജിയൻ എന്ന് വെച്ചാൽ ഏത് ബേർഡാണ്? ക്രോ എന്ന് വെച്ചാൽ കാക്ക, എല്ലാവർക്കും അറിയില്ലേ. പാരറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, തത്തനെ നമ്മൾ പറയുന്നത് പാരറ്റ്. ഡക്ക് എന്ന് വെച്ചാൽ താറാവ്. ഈഗിൾ എന്ന് വെച്ചാൽ പരുന്ത് അല്ലെ. അത് പീജിയൻ എന്ന് വെച്ചാൽ പ്രാവാണ്. പ്രാവ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കൂയിങ്. അടുത്തത്, കോക്ക്. കോഴി ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോയിങ്. ഓക്കെ, ക്രോയിങ്. അടുത്തത്, ഔൾ എന്ന് വെച്ചാൽ മൂങ്ങ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഹൂട്ടിങ്. ഓക്കെ, അപ്പൊ ഇതാ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദം, ബേർഡ്സ് കരയുന്ന ശബ്ദത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതാണ് നമ്മുടെ ആക്ടിവിറ്റി 4. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ 4 ആക്ടിവിറ്റീസേ ഉള്ളൂ. പിന്നെ നമ്മുടെ പോയമാണ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന പോയമാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, കുറച്ച് ബോയ്സ് ഉണ്ട്, ഗേൾസും ഉണ്ട് അല്ലെ. എന്താ ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കുകയാണ് അല്ലെ. ഒരു പോയമാണ്, 4 ലൈൻസിൽ ഒരു പോയമാണ്. അപ്പൊ റീഡ് ചെയ്യാം. Boys and girls come out to play. The moon does shine as bright as day. Leave your supper and leave your sleep and join your friends in the street. അപ്പൊ എന്താ ചെയ്യാൻ പറയുന്നത്? ബോയ്സിന്റെ അടുത്തും ഗേൾസിന്റെ അടുത്തും വരൂ, നമുക്ക് കളിക്കാം. എവിടെ കളിക്കാൻ പറയുന്നത്? എപ്പോഴാ കളിക്കാൻ പറയുന്നത്? രാത്രിയിലാണ് അല്ലെ. The moon does shine as bright as day. പകല് പോലെ, ഡേ എന്ന് വെച്ചാൽ പകല് പോലെ അത്രയും വെളിച്ചമുണ്ട്, മൂണിന്റെ വെളിച്ചം. മൂൺ ബ്രൈറ്റ് ആയിട്ടുണ്ട്, മൂണിന്റെ വെളിച്ചം പകല് പോലെ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? അത്രയും രാത്രിയിൽ അത്രയും വെളിച്ചമുണ്ട്, അതായത് മൂണിന്റെ വെളിച്ചം, ചന്ദ്രന്റെ വെളിച്ചമുണ്ട്, അമ്പിളിമാമന്റെ വെളിച്ചമാണ് പറയണത് അവിടെ. അപ്പൊ ഡേ പോലെ ഉണ്ട് നൈറ്റ്. ലീവ് യുവർ സപ്പർ ആൻഡ് ലീവ് യുവർ സ്ലീപ്പ്. അതുകൊണ്ട് നിങ്ങൾ സപ്പർ ലീവ് ചെയ്യുന്ന വെച്ചാൽ എന്താ? സപ്പർ എന്ന് വെച്ചാൽ രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് പറയുന്നത് സപ്പർ. ഡിന്നർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ സപ്പർ പറയുക. അപ്പൊ അതെല്ലാം വിട്ടിട്ട്, അതെല്ലാം വിടൂ. അതുപോലെ ഉറക്കം, ലീവ് യുവർ സ്ലീപ്പ്, ഉറങ്ങണ്ടെന്ന് പറയുകയാണ്. ഉറങ്ങണ്ട, എന്ത് ചെയ്യാൻ പറയാണ്? കളിക്കാൻ വരൂ. എവിടെ? സ്ട്രീറ്റില്. എല്ലാ ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്ത് കളിക്കൂ. ആൻഡ് ജോയിൻ യുവർ ഫ്രണ്ട്സ് ഇൻ ദ സ്ട്രീറ്റ്. എല്ലാ ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്തിട്ട് സ്ട്രീറ്റിൽ പോയി കളിക്കൂ എന്ന് പറയുകയാണ്. അതാണ് നമ്മുടെ പോയം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ. I know. Given below are certain events of the story Sarah's Day Out.
Read and arrange them in the order in which they happen in the story. ഇവിടെ ഒരു 5 ഇവന്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ സേറാസ് ഡേ ഔട്ട് എന്നുള്ള ചാപ്റ്ററിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ ABCD പറഞ്ഞിട്ട് 5 ഇവന്റ്സ് ആയി തന്നിരിക്കുന്നത്. അത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്പർ എഴുതിയാൽ മതി. 1 2 3 4 എന്നുള്ള നമ്പർ എഴുതുക. ആദ്യം നടന്നതിന് 1 എന്ന് കൊടുക്കുക. അങ്ങനെ നമ്പർ എഴുതുക. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ A എന്താണ്? സേറ ഗോട്ട് എ വാക്കർ. സേറയ്ക്ക് ഒരു വാക്കർ കിട്ടി. ഇതാണോ ആദ്യം നടന്നത്? നോക്കൂ, നെക്സ്റ്റ് റീഡ് ചെയ്യൂ. Peacocks dance spreading their feathers. Peacocks ചിറകുകളൊക്കെ വിടർത്തി ഡാൻസ് കളിക്കാൻ തുടങ്ങി. യൂസഫ് came with a peacock kill. യൂസഫ് ഒരു മയിൽപ്പീലിയും കൊണ്ടുവന്നു. വിൽസൺ uncle helped the children cross a river. വിൽസൺ uncle helped the children cross a river. വിൽസൺ uncle കുട്ടികൾക്ക് പുഴ കടക്കാൻ സഹായിച്ചു. Children saw the peacocks in the bush. കുട്ടികള് ബുഷിൽ, അതായത് കുറ്റിക്കാട്ടിൽ എന്ത് കണ്ടു? പീകോക്സ് കണ്ടു. ഇതിൽ ഏതാ ഫസ്റ്റ് നടന്നത്? കുട്ടികള് ബുഷിന്റെ ഇടയിൽ എന്ത് കാണുകയാണ്? ചെടികളുടെ ഇടയിൽ പീകോക്സിനെ കണ്ടു. അങ്ങനെ നമ്മുടെ യൂസഫ് ഒരു മയിൽപ്പീലി കൊണ്ടുവരികയാണ്. യൂസഫ് കെയിം വിത്ത് പീകോക്ക് കിൽ. ആൻഡ് മൂന്നാമത്തെയാണ് സേറ ഗോട്ട് എ വാക്കർ. നാലാമത്തെ വിൽസൺ അങ്കിൾ ഹെൽപ്പ് ദ ചിൽഡ്രൻ ക്രോസ് ദ റിവർ. ലാസ്റ്റ് വൺ പീകോക്ക് ഡാൻസ് സ്പ്രെഡിങ് ദിയർ ഫെദേഴ്സ്. ഓക്കെ, അപ്പൊ ഇതുപോലെ കറക്റ്റ് ആക്കി ഓർഡർ ആക്കി എഴുതുന്നതാണ് നമ്മുടെ ഐ നോ എന്നുള്ള സെക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ നമ്മുടെ ഐ നോ എന്നുള്ള സെക്ഷനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്